ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജൂനിയർ ഇന്റലിജൻസ് ഗ്രേഡ് ടുവിന്റെ ഓഫീസർ ഗ്രേഡ് ടുവിന്റെ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ എലിജിബിൾ ക്രിറ്റേറിയ എന്താണ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ നോക്കും. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇത് അപ്ലൈ ചെയ്യേണ്ടത് MHAന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ NCSന്റെ പോർട്ടലിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് സൈറ്റിൽ കയറുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ വീഡിയോന്റെ അവസാനത്തിൽ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ഇട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് എന്തായാലും നേരെ വീഡിയോ ഇട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷനുള്ള സൈഡിൽ കൊടുക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും നിയമം വരുന്നത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. പിന്നെ പേ സ്കെയിൽ കാണാൻ പറ്റും. പേ സ്കെയിൽ വരുന്നത് 4 ആണ്. 25,500 തൊട്ട് 81,000 സംതിങ് വരെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ടോട്ടൽ 394 വേക്കൻസി ഉണ്ട്. SC ST ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 60, 28 ഉണ്ട്. നിങ്ങൾ ജനറൽക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 157 വേക്കൻസി നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. ക്വാളിഫിക്കേഷൻ വരുന്ന ഡിപ്ലോമ ആണ്. ഡിപ്ലോമ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഡിപ്ലോമ പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേ രീതി തന്നെ ഡിപ്ലോമ ഇല്ലാത്തവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, നിങ്ങൾ സയൻസ് പഠിച്ചവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ ഏതെങ്കിലും ഫീൽഡ് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം ഗവൺമെന്റ് റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ബോർഡിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 27 ആണ്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. SC ST ആകുമ്പോൾ അതിന്റെ രീതിയിലുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ കൂടെ ഉണ്ട് കാണാൻ പറ്റും. SC ST ആകുമ്പോൾ 5 വർഷം ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. OBC ആകുമ്പോൾ 3 ഇയർ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷൻ വരുന്നത് 100 മാർക്ക്. ടയർ 1, ടയർ 2, ടയർ 3 3 എക്സാം നിങ്ങൾക്ക് 3 സെലക്ഷൻ പ്രോസസ് 3 രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ടയർ 1 എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 25% ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജനറൽ അബിലിറ്റി, മെന്റൽ അബിലിറ്റി ടെസ്റ്റ് ആയിരിക്കും. ബാക്കി 75% കോസ്റ്റവും നമ്മൾ കൊടുത്ത ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കി വരുന്നത്. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കി 75% എന്ന് പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ടയർ 2-ൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. ഏതാണ് നമ്മൾ കൊടുത്ത ഫീൽഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും 30 മാർക്കിന്. ബാക്കി 20 മാർക്ക് വരുന്നത് ഇന്റർവ്യൂലാണ്. ലാസ്റ്റ് ടയർ 3-ൽ ഇന്റർവ്യൂ നോക്കിയിട്ടായിരിക്കും ബാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സെലക്ഷൻ പ്രോസസ് ഉള്ളത്. പിന്നെ സിറ്റി ഓഫ് എക്സാമിനേഷൻ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കേരളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ കൂടെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ, നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇത് കുറെ ഓപ്ഷൻ, ഇവിടെ 5-6 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സിറ്റീസ് നമുക്ക് പ്രിഫറൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ടയർ 1 നമ്മൾ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടയർ 2-ലും ടയർ 3-ലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫീസിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടന്റ് ഡേറ്റ് കാണാൻ പറ്റും. ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 23/8/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/9/2025 വരെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്നത് അപ്ലൈ ഇവിടെ ഞാൻ ഓൾറെഡി വീഡിയോ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ MH ഇല്ലെങ്കിൽ NCSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പോയിട്ട് കയറുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്റ്റ് ഇതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോസ് അവസാനത്തിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എക്സാമിനേഷൻ ഫീസ് വരുന്നത് SC ST ആണെങ്കിൽ നമ്മൾ എക്സാമിനേഷൻ ഫീസ് 100 രൂപ എക്സാമിനേഷൻ ഫീസ് ആയിട്ടുണ്ട്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല SC ST കാറ്റഗറിക്ക്. അല്ലാതെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ നമ്മൾ അത് SC ST ആണെങ്കിലും ഓൾ കാറ്റഗറി എല്ലാവരും 500 രൂപ എന്തായാലും മസ്റ്റായിട്ടും പേ ചെയ്യേണ്ടതുണ്ട്. SC ST ഇല്ലാതെ മറ്റ് കാറ്റഗറീസിലും ജനറൽ OBC ഒക്കെ 500 രൂപ കൂടെ 100 രൂപ കൂട്ടിയിട്ട് ഒരു 600 രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. വേറെയൊക്കെ ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. ഇനി ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ MHന്റെ വെബ്സൈറ്റിൽ പോയി നോക്കാവുന്നതാണ്. NCSന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള MHന്റെ വെബ്സൈറ്റിലും NCSന്റെ വെബ്സൈറ്റിലും മാത്രമേ നമുക്ക് ഇതിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ഓപ്ഷനിൽ വരുന്നതായിരിക്കും. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ
NHS അല്ലെങ്കിൽ NCS അല്ലെങ്കിൽ MH നിങ്ങൾ ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ലിങ്ക് നിങ്ങൾ കാണുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ PDF-ന്റെ അകത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ കയറിയിട്ട് കോപ്പി ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പേസ്റ്റ് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ആ രീതിക്കൊന്നും പോകേണ്ട, ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിനായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഈ ഒരു പേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഇവിടെ കാണാൻ പറ്റും ജനറൽ ലിങ്ക് കാണാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് ഉടൻ നോക്കി വായിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി രജിസ്റ്റർ ചെയ്യാനുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാന സ്റ്റാർട്ട് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ഹിയർ എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ ലോഡായി വരുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടും മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ പോസ്റ്റ് നെയിം കൊടുക്കാണ്ട്, പോസ്റ്റ് കോഡ് കൊടുക്കാണ്ട്, കാൻഡിഡേറ്റ് ഫുൾ നെയിം കൊടുക്കാണ്ട്, മൊബൈൽ നമ്പർ, അങ്ങനെ കൺഫേം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്തിട്ട് എഗ്രി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പേജ് കൺഫേം ചെയ്തിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിൽ ഈ ഒരു പോസ്റ്റിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ക്രോം ആയിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് വീഡിയോ ചെയ്തതന്നെ ഉള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.